ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ സേവികാ സംഘമായി 50 ദിവസം ക്രമീകരിച്ചിരിക്കുന്ന നോമ്പ് ധ്യാനത്തിൽ എനിക്കും പങ്കെടുക്കുവാൻ ദൈവം തന്ന അവസരത്തിനോർത്ത് ആദ്യമായി നന്ദി പറയുന്നു. നോമ്പ് എന്നാൽ വെറും ഉപവാസമല്ല, മറിച്ച് നമ്മുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു മാനസാന്തരത്തിന്റെ കാലമാണ്. ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥനയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടത്. കുരിശുമരണത്തിലൂടെ ലോകത്തിന് രക്ഷ നൽകിയ ക്രിസ്തുവിന്റെ അചഞ്ചലമായ സ്നേഹത്തെ ധ്യാനിക്കുവാനുള്ള സമയമാണിത്. അവിടുത്തെ സഹനങ്ങളിൽ പങ്കുചേരുവാൻ ഈ നോമ്പ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന വിഷയം പ്രതിസന്ധികളിൽ കരുതുന്ന ദൈവം, ഗോഡ്സ് പ്രൊവിഡൻസ് ഇൻ ക്രൈസിസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷവും വിജയവും നിറഞ്ഞതായിരിക്കണമെന്നില്ല. പ്രശ്നങ്ങളും ദുഃഖങ്ങളും നേരിടേണ്ടി വരും. എന്നാൽ അത്തരം അവസ്ഥയിൽ പ്രതിസന്ധികളിൽ കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കുന്നു. ദൈവം നമ്മെ പരീക്ഷിക്കാം, പക്ഷെ ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല. സങ്കീർത്തനം 34:18 ഇപ്രകാരം പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പ്രതിസന്ധിയുടെ താഴ്വരയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വിശ്വാസം നിലനിർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. യോഹന്നാൻ 16:33 പറയുന്നു: ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും, എന്നാൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, എന്നാൽ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് ഓരോരുത്തർക്കും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നതാണ്. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ദൈവിക ശക്തിയെ പുറത്തു കൊണ്ടുവരുവാനാണ്. മനുഷ്യർ നമ്മെ തള്ളിക്കളഞ്ഞാലും നമ്മുടെ ദൈവം ഒരു നാളും നമ്മെ കൈവിടുകയില്ല. യെശയ്യാ 40:31 പറഞ്ഞിരിക്കുന്നത് പോലെ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല, മറിച്ച് ദൈവം നിശ്ചയിച്ച സമയത്താണ് അവന്റെ കരുതൽ പൂർണ്ണമായി വെളിപ്പെടുന്നത്. ദൈവം പ്രതിസന്ധികൾ നൽകുന്നത് നമ്മെ തകർക്കുവാനല്ല, മറിച്ച് നമ്മുടെ വിശ്വാസം ശുദ്ധീകരിക്കുവാൻ ആണ്. 50 നോമ്പിന്റെ ദിവസങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാൻ ആണ്. ലൂക്കോസിന്റെ സുവിശേഷം 9:23 ഇപ്രകാരം പറയുന്നു: എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച നാൾ തോറും തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കുരിശ് പ്രതിസന്ധിയുടെ ഒരു അടയാളമാണ്. അതേ കുരിശിലൂടെയാണ് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്നത്. ഇവിടെ നാം ചിന്തിക്കേണ്ട പ്രധാന വിഷയം മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ട യേശുവിനെയാണ്. വിശപ്പിലും ഏകാന്തതയിലും യേശു ദൈവവചനത്തിൽ ഉറച്ചു നിന്നു. ഇവിടെ പ്രതിസന്ധിയിൽ തളരാതെ വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന യേശുവിനെ നമുക്ക് കാണാം. ഇന്ന് നാം കടന്നു പോകുന്ന പ്രതിസന്ധി ജീവിതത്തിന്റെ അവസാന വാക്കല്ല, മറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നു പാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. അതെ, കുരിശിന് ശേഷം പുനരുത്ഥാനം ഉണ്ടെന്നുള്ള സത്യം ഈ നോമ്പിന്റെ കാലയളവിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ 50 ദിവസം ഒരു ആത്മീയ യാത്രയാണ്. ത്യാഗത്തിന്റെ, അനുസരണത്തിന്റെ, പ്രതിസന്ധികളിലൂടെ ദൈവത്തെ കണ്ടെത്തുന്ന ഒരു യാത്ര. ഈ യാത്രയിൽ പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.